ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആരും തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. പിന്നെ നമ്മൾ ഈസ്റ്റും സോഡാപ്പൊടി കപ്പി കാച്ചും തേങ്ങാ വെള്ളം ഒന്നും ചേർക്കാണ്ട് നമ്മൾ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക, അതേപോലെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. ലാസ്റ്റ് വരെ നമുക്ക് ഇതുപോലെ സോഫ്റ്റായി കിട്ടും. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു കൃത്രിമവും നമ്മൾ ചേർക്കാണ്ട് നമ്മൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ചുട്ടതാണ്. ലാസ്റ്റ് വരെ നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല സോഫ്റ്റി ആയിട്ട് ഇത് ലാസ്റ്റ് അപ്പാണ് കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റുമാണ്, അതേപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ ഞാൻ തലേ ദിവസം രാവിലെയാണ് വെള്ളത്തിൽ കുതിരാനിടുന്നത് അരി കേട്ടോ. അപ്പോൾ നമ്മൾ റേഷൻ കടയിൽ പച്ചരിയാണ്, അത് നമ്മൾ 3 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഏത് പാത്രത്തിലാണോ അളന്നെടുക്കുന്നത് ഒരു പാത്രത്തിൽ തന്നെ അളന്നെടുക്കുക കേട്ടോ. അതിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3 കപ്പ് പച്ചരിക്ക് 1.5 ടീസ്പൂണ് ഉലുവയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ടീസ്പൂണാണ് കേട്ടോ. 1.5 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. 3 കപ്പിനാണ് കേട്ടോ 1.5 ടീസ്പൂണ്. ഇനി ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് 3 കപ്പ് ഇതിന് 1 കപ്പ് തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 കപ്പ് വരെ തേങ്ങ എടുക്കുക. ഇതായാലും മതി. തേങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ 1 കപ്പ് എടുക്കുക, കൂടുതൽ ടേസ്റ്റി ആകും 1.5 കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ കറക്റ്റ് വെള്ളം അളന്നെടുക്കണം. നമ്മൾ 3 കപ്പ് പച്ചരിക്ക് 3 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് കുതിരാനായി വെക്കണം. അപ്പോൾ ഇതാ 3 കപ്പാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കുതിരാനായിട്ട് വെക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള 2 ചേരുവ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതാ നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് 1.5 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ടേബിൾ സ്പൂണാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ കൂടുതൽ മധുരം വേണ്ടാച്ചിട്ടാണ് കേട്ടോ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനൊരു 10 മണിക്കൊക്കെയാണ് കേട്ടോ ഞാനിതിവിടെ കുതിരാനായി വെക്കുന്നത്. 5 മണിക്കൂർ മീഡിയം വെച്ചാൽ മതി. ഞാനൊരു 5-8 മണിക്കൂറൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ രാത്രി ഒരു 9 മണിക്കാണ് ഇത് കുതിർന്നിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ രാത്രി ഒരു 9 മണിക്ക് എടുത്തിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ 3 കപ്പ് അരിക്ക് 1 കപ്പ് ചോറെന്ന് ഉള്ളതിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് 2 പാർട്ടായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അരച്ചെടുക്കാം. ഞാനിത് ഒന്നിച്ചിട്ടിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. വലിയ മിക്സിയുടെ ജാറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഈ വെള്ളത്തിൽ തന്നെ നമ്മൾ അരച്ചെടുക്കണം. വേറെ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഈ വെള്ളം മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. 2 പാർട്ടായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അരച്ചെടുക്കാം. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. കണ്ടോ, ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ മിക്സിയുടെ ജാറൊന്നും കഴുകി ഒഴിക്കുകയൊന്നും ചെയ്യേണ്ട. ഇത് കറക്റ്റ് വെള്ളമാണ് കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് പോലും ഇതുപോലെ ചെയ്തെടുക്കാമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ. കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ നമ്മൾ കറക്റ്റ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ. എന്നിട്ട് ഇതാ നമ്മൾ കൈ വെച്ചിട്ട് ഇതാ കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 മിനിറ്റ് ഒന്ന് കൈ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നന്നായി പൊന്തി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നല്ല തണുപ്പൊക്കെ അല്ലേ, മഴക്കാലമല്ലേ, അതുകൊണ്ട് ഞാനിത് റൈസ് കുക്കറിലേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ബാറ്റർ ഇതാ ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ നന്നായി 1 മിനിറ്റ് അത്രയും നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് ഞാൻ റൈസ് കുക്കറിലേക്കാണ് കേട്ടോ ഇറക്കി വെക്കുന്നത്. അപ്പോൾ നല്ല തണുപ്പുള്ള സമയത്ത് ഇതുപോലെ റൈസ് കുക്കറിലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി പൊന്തി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എന്നും റൈസ് കുക്കറിലാണ് കേട്ടോ ഇറക്കി വെക്കാറ്. നിങ്ങൾ ഇതുപോലെ റൈസ് കുക്കർ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുറത്ത് വെച്ചാലും പൊന്തി വരും. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് രാവിലെ ഇത് തുറന്നെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മാവ് എത്രണ്ട് പൊന്തിയിട്ടുണ്ട് നോക്കാം. കണ്ടോ, നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു കയ്യിൽ വെച്ച് കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയിലിട്ട് നമ്മുടെ മാവ് പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്.
ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മളിതിൽ ഉപ്പും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ആട്ടി വെച്ചിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ വെള്ളപ്പച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഓരോന്നായി ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ വെള്ളപ്പച്ചട്ടി നന്നായി ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. ചൂടായതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ഒരു 1.25 തവി വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്ര കനത്തിൽ വെള്ളപ്പം വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് നല്ല ബബിൾസ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ലാസ്റ്റ് വരെ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ റേഷൻ അരി കൊണ്ട് വെള്ളപ്പം ഉണ്ടാക്കുന്നതും ഒക്കെ ഞാൻ ഇതുപോലെ ഇട്ടിട്ടുണ്ട്. റേഷൻ പുഴുങ്ങലരി മാത്രം മതി വെള്ളപ്പം ഉണ്ടാക്കാൻ കേട്ടോ. അതൊക്കെ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും അത് ഉപകാരപ്പെടും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക. അപ്പോൾ കണ്ടോ നല്ല അടിപൊളിയാണ്. അപ്പം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കുതിർത്തെടുത്താൽ മാത്രം മതി. നമ്മളൊരു ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ അതേപോലെ ഈസ്റ്റോ കപ്പി കാച്ചോ ഒന്നും ചെയ്തിട്ടില്ല. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പാലപ്പം നമ്മൾ ഇതുപോലെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബബിൾസ് വന്നതിന് ശേഷം നമ്മളിത് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി പാലപ്പത്തിൻ്റെ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. ഒരുപാട് നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.